ഞാൻ പറഞ്ഞില്ലേ കുറച്ചു നേരം മുന്നേ. എങ്ങനെയാണോ പൊന്നുമോനൊക്കെ ഇങ്ങനെ സെറ്റാക്കി എടുക്കണത് ഒരു ഐഡിയ ഇല്ലേ ഇതേപോലെ. കാരണം പൊന്നുള്ളപ്പോ ഈ വക സംഭവങ്ങളൊന്നും ചെയ്യില്ല. അടുക്കളയിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും ചെയ്യാൻ പോകുമ്പോഴേക്കും അവൻ ഇവിടെ തല കുത്തി മറിച്ചിടും. ദുനിയാവിലെ ഏത് ഭാഷ ഇത്? ഇങ്ങട് കുക്കായോ വായോ അറബിയ വാടങ്ങട്. അല്ല ഗൈസ് കൊറേ നേരമായി വിളിച്ചിട്ട് വരണ്ടേ. അയ്യോ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരണ്ടേ. വാ 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 കം. നീ എങ്ങടാ? ചാർലി പിന്നാലെ ഇതെവിടുന്നത്? ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ നടക്കണേ. പ്ലീസാ കണ്ണ് തെറ്റി കഴിഞ്ഞാ കാണിക്കുന്ന കിച്ചണിൽ നിന്ന് നോക്കുമ്പോ കണ്ടാ. അന്നാ നീ എങ്ങനെയാ പൊന്നവനൊക്കെ ഒരു ദിവസം മൊത്തം നോക്കണത്? അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് അറിയാം ഗൈസ്. ഇവനെ ഇന്ന് സ്കൂള് വിട്ട് കൊണ്ടുവന്നു. ഇനി ഇവനെ എഴുതിക്കണം, പഠിപ്പിക്കണം, ഇന്നത്തെ കാര്യങ്ങൾ ഇവിടുത്തെ ചെയ്യണം. ഇവനെ ഒന്ന് റെഡിയാക്കി എടുക്കലാണ് ഇന്നത്തെ ജോലി. ഓക്കെ ഇവൻ കണ്ട വന്നിട്ട് കുളിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല. ഇവനെ ഇപ്പൊ 2 ദിവസമായിട്ട് കടയിൽ ഇരുത്തിയിട്ടില്ല. കടയിൽ ഇരുത്താത്തത് കൊണ്ട് ഷോപ്പിൽ നമ്മുടെ സൂമിൻ ഷോപ്പിൽ ഇരുത്താത്തത് കൊണ്ട് അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാ. അപ്പൊ വന്നിട്ട് കുറുമ്പ് കാണിക്കാൻ നിൽക്കാണ് ഇവിടെ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവനെ നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്യാം, ഇവിടെ എന്തൊക്കെ ചെയ്യാം, ഇവരെ റെഡിയാക്കി എടുക്കാം അല്ലേ. എഴുതാനൊക്കെ ഹോംവർക്ക് ഉണ്ട് ഇല്ലേ? ഫിഷ് മേടിച്ചിട്ടുണ്ട്. പിന്നെന്തിട്ടാ മേടിച്ചേക്കണ്? പിന്നെ ഇങ്ങോട്ട് നോക്കിട്ട് പറ. പിന്നെ പഠിക്കാൻ എന്തിട്ട് എഴുതാൻ തന്നാണ്? എഴുതാൻ എന്തിട്ട് തന്നേക്കണ ടീച്ചർ? ടീച്ചർ വീട്ടിൽ പോയി, അതെനിക്ക് മനസ്സിലായി. അതല്ല ടീച്ചർ എന്നിട്ട് എഴുതാൻ തന്നേ ഏയാ ഹോംവർക്ക് 4 ലൈനില് ഏയാണോ എഴുതാൻ തന്നേക്കണ്? ടീച്ചർ വീട്ടില് പോയി, അത് മനസ്സിലായി. അങ്ങനെയല്ല ടീച്ചർ വീട്ടിൽ പോയി ഇന്ന് എഴുതാണ്ട് കേട്ടാ. അപ്പൊ ഇന്ന് കൈക്കൂലിയായിട്ട് നിനക്ക് ലൈസ് മേടിച്ചു തന്നിട്ടുണ്ട്. അപ്പ പിന്നെ എന്തിട്ട് മേടിച്ചു തന്നേ? ലൈസും അക്കീമും. ലൈസും അക്കീമും മേടിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് മുഴുവനായിട്ട് ഇന്ന് എഴുതണം. ഇവിടെ ആടാ ഒരാളിരുന്ന് ചാർലി അല്ലേ, ചിമ്പൻ അവിടെ കിടക്കുന്നുണ്ട്. ലാദീഷ് ഗുഡ് ബോയ് അല്ലേ? അപ്പൊ ഞങ്ങൾ ഇന്ന് ഗുഡ് ബോയ് ആയിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പൊ പൊന്നു വരുമ്പോ പൊന്നിനെ നമുക്ക് ഞെട്ടിക്കാം. സൂമിൻ അടിപൊളിയാണ്. ഇനി ഡ്രസ് മാറണം, ഗുഡ് ബോയ് ആയിട്ട് കുളിച്ചണം, പാപ്പം തിന്നുണ്ട് ഇപ്പൊ. ഇനി അത് കഴിഞ്ഞിട്ട് പഠിക്കണം. ഓക്കെ മമ്മി വരുന്നേക്കാളും മുന്നേ എല്ലാ പരിപാടിയും ചെയ്യണം. ഓക്കെ നിന്റെ ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് നിന്റെ, ഇതാണ് എന്റെ സ്റ്റഡി ടേബിൾ. ഇതാണ് ആഡിഷന്റെ ബാഗ്. ആഡിഷൻ എന്തിട്ട് എഴുതാനുള്ളത് കാണിച്ചു കൊടുത്ത നോട്ടെ. ഇത് ആഡിഷന്റെ ബുക്ക്. കണ്ട ഗൈസ്. ഇതാണ് നമുക്ക് ഇന്നത്തെ ഹോംവർക്ക്. ആഡിഷന്റെ ഫോട്ടോ ഉണ്ട്. വായോ
ഇങ്ങോട്ട് വരണ്ടേ? ആ അപ്പൊ നമുക്ക് കുളിച്ചാൻ പോവാം. അതൊക്കെ റെഡിയാക്കാം. നീ വായോ കുളിച്ചാൻ പോവാ. അവൻ പറയാൻ തുടങ്ങി ഞാൻ കൊറേ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ആരിസിന്റെ ജീപ്പ് ഉണ്ട്. അപ്പൊ ഗായ്സ് അപ്പൊ ഞാൻ സെറ്റ് ആക്കട്ടെ നിന്റെ ചെയർ. അപ്പൊ ഞാൻ കുളിപ്പിക്കട്ടെ ഗായ്സ്. കൊറേ നേരം വിളിച്ചിട്ട് വരണ്ടേ? അയ്യോ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരണ്ടേ? വാ 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 കം. നീ എങ്ങടാ? ചാർലി പിന്നാലെ നടക്ക്. എളുപ്പല്ലാട്ടാ, പൊന്നുനെ സമ്മതിക്കണം ഗായ്സ്. നീ ഓടിക്കോ. നീ കിടന്ന് ഇവൻ ഒരു ദിവസം വന്ന് നിക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു ദിവസം മാനേജ് ചെയ്യാനായിട്ട് വരാ. എനിക്ക് വാടാ കുളിക്കാൻ. എനിക്ക് വായ നേരം കളയല്ലേ. ഇങ്ങട് കുക്കായോ വായോ? ഏതാ റെഡിയാ പറയണ്? വാടാ അങ്ങട്. ഇവനെ വീടൊക്കെ തലകീഴെ തിരിച്ചിടും. അങ്ങനത്തെ ഡാവണവൻ. കോക്കാമ്പിയെ മാത്രമേ പേടിയുള്ളൂ. ഞങ്ങളുടെ പേടിയിൽ മോട്ടമണി. വാ 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 ലച്ചുമാറ് കമോൺ. പാട്ടാ ഓരോ സാധനം അടിക്കുന്ന ആളുടെ ഓരോ മതി വന്നാ കുളിക്കാൻ വന്ന കുളിപ്പിക്കട ഗൈസ്. ഇവനെ എടുത്തുകൊണ്ടേ കുളിപ്പിക്കണം. കഴിഞ്ഞു ഗൈസ്. എന്റെ അമ്മോ കൊറേ സമയം എടുക്കൂട്ടാ. വെറുതല്ല എന്റെ അമ്മേ. എളുപ്പല്ല അല്ലേ? കുളി കഴിഞ്ഞ അടുത്ത പരിപാടി. ആദിസ്കൂട്ടനെ കുറച്ചു നേരത്തിന് കളിക്കാൻ വിട്ടുന്നു കേട്ടാ അല്ലേ? കുറച്ചു നേരത്തിന്. അപ്പക്ക് കിച്ചണിൽ കുറച്ച് ജോലിയുണ്ട്. അപ്പൊ ഇവനെ ഞാൻ കുറച്ചു നേരം കളിക്കാൻ വിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ കളി കഴിഞ്ഞിട്ട് കുറച്ചു നേരം എന്റെ കിച്ചണിലത്തെ കഴിഞ്ഞതിന് ശേഷം ഇവനെ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അതിന്റെ ഇടയിൽ ഇവ കുറെ കുറുമ്പുകളൊക്കെ കാണിക്കും. ചിരി കുറുമ്പുകളുണ്ട്. അപ്പൊ ഇടയിൽ നമ്മൾ അറിയില്ല ഇവ എന്തിട്ട് ചെയ്യണമെന്ന്. അപ്പൊ അങ്ങനത്തെ കുറച്ച് വികൃതിയുള്ള കാരണം ഇടയ്ക്ക് ഇവനെ കണ്ണ് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇവൻ ചിലപ്പോ പറയാണ്ട് ചിലപ്പോ വേറെ എന്തെങ്കിലും കാണിച്ചു കൂട്ടും അല്ലേ? ഇല്ലേടാ കാണിക്കണേ. കണ്ണ് തെറ്റി കഴിഞ്ഞാ കാണിക്കുന്ന കിച്ചണിൽ നിന്ന് നോക്കുമ്പോ കണ്ടാ. ചിരിക്കാനിത് നീ കേട്ടാ. ഇതാണ് ഞാൻ പറഞ്ഞേ കുറുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ. ഇറങ്ങാട് ഇങ്ങടെ ഇറങ്ങടാ. വടി എടുക്കട്ടാ. ഇറങ്ങ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കുറച്ചു നേരം മുന്നേ. എങ്ങനെയാണോ പൊന്നുവിനൊക്കെ ഇങ്ങനെ സെറ്റാക്കി എടുക്കണത് ഒരു ഐഡിയ ഇല്ലേ ഇതാ പോലെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നുള്ളപ്പോ ഈ വക സംഭവങ്ങളൊന്നും ചെയ്യില്ല. എന്നിട്ട് ഞാൻ അടുക്കളയിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും ചെയ്യാൻ പോകുമ്പോഴേക്കും അവൻ ഇവിടെ തല കുത്തി മറിച്ചിടും. എന്നിട്ടൊരു ചിരി അവന്റെ. ടീച്ചറോട് പറയാട്ടോ ഞാൻ. പാടി നോട്ടെ മൈക്കിൽ പാടിയേ. പാട്. ഇത് കഴിഞ്ഞിട്ട് വേണം എഴുതാതിരിക്കാൻ. കൂടെ പോയിരടുന്ന്. ആദിശ് പാടാൻ പോവുകയാണ് ഗൈസ്. ഷിങ് ഷോങ്. ഇതൊക്കെ ഉള്ള ബാണ്ടക്കെട്ടാണ്. പഠിക്കാൻ
എനിക്ക് നോട്ടെ എങ്ങനെയാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ലേ. പൊന്നു ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഓന് വെച്ചിട്ടൊക്കെ ചെയ്യണ്ടല്ല. അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാളെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്നൊരു ഐഡിയ ഇല്ല. പൊന്നു എങ്ങനെ ചെയ്തിരുന്നത്, മാനേജ് ചെയ്തിരുന്നത്. ഒരു ദിവസം ഇതെവിടുന്നത് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണേ. പ്ലീസാ ഇതെവിടുന്ന എന്റെ ദൈവമേ. താട്ടിയറ തന്നറാത് താ. ഇത് മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിപ്പോ വേണ്ട എന്റെ കഴുത്തിൽ കെട്ടിട്ടൊന്ന് പോയതാ. ഇത് മേടിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ നിന്ന് കരഞ്ഞ് നിലവിളിച്ച് ഓളിയിട്ട് തിക്കുന്നിരക്ക് ഉണ്ടാക്കുക. വീഡിയോ എടുക്കണ കാരണമാണോന്ന് അറിയില്ല. എന്തോ നല്ല കുട്ടിയായിട്ട് ഇവിടെ വന്നിട്ട് ബുക്കൊക്കെ എടുത്ത് വെച്ച് സെറ്റായിട്ട് ഇരുന്ന് എഴുതുന്നുണ്ട്. എഴുതിയ ഇല്ലല്ലോ. പെൻസിൽ ചെത്തി കളിക്കണോ? മതി ചെത്തി ഇത് വായോ. ഞാൻ വിചാരിച്ച എഴുതിന്ന്. ആള് തുറന്ന് വെച്ച് പെൻസിലൊക്കെ ചെത്തി എഴുതാനാന്ന് തോന്നുന്നു. ഇതാരെവിടെ? ഗായ്സ് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അടുത്ത ആള് മതി വന്ന എഴുതാൻ വന്ന എഴുത് എന്നിട്ട് വേണം വേഗം അടുത്ത പണി. കിട്ടില്ല മഴ. കറണ്ട് പോകും ഗായ്സ്. അപ്പൊ വേഗം മോട്ടർ ഇട്ടില്ലെങ്കിൽ പണി പാടും. വേറൊരു കാര്യം കൂടി ചെയ്യണ്ട. അപ്പോഴേക്കും അടുത്ത സാധനം ഗായ്സ്. അപ്പോൾ വാഷിംഗ് മെഷീനിലേക്ക് സാധനങ്ങൾ കറണ്ട് പോവും. വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാണ്ട് അന്ന് എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചു. അമ്മേ അതൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നില്ല മഴ പെയ്യണ കാരണേ. അപ്പം വെള്ളം പോയിട്ട് കഴിച്ച് തുടയ്ക്കാൻ മറക്കുന്നു. തേങ്ങ ഓക്കെ. ആദ്യം എന്നിട്ട് ചെയ്യാൻ നോക്കാം. വെള്ളം നിറഞ്ഞു. എഴുതുന്നുണ്ടാ. എവിടെ എഴുതി കഴിഞ്ഞ ഒരേന്ന് എഴുതിയാള്. ബാക്കിയുള്ളത് ആരാ എഴുതാ? ഇതൊക്കെ ഏതാ? അത് പഴയ ബുക്കല്ലേ? ഇത് എഴുത്. ഞാൻ ഇപ്പൊ വരാട്ടാ. ഇനി ജനലകളൊക്കെ അടച്ചിടണം, അല്ലെങ്കിൽ കൊതു. മഴ പെയ്താനെ കൊതു വരില്ല. എന്നാലും അയ്യാ. അപ്പൊ കണ്ടോ എഴുതാനുള്ള ഇപ്പൊ ആൾക്ക് ചെറിയൊരു മടിയായി, കരച്ചിലായി. ഞങ്ങളിപ്പോ എവിടെ ഇരുന്ന് എഴുതാൻ പോയത് കണ്ട അമ്മേ. അപ്പൊ അവനെ എഴുതിക്കട്ടെ ഗായ്സ്. അവന് നോട്ടെ ഗായ്സ് കാണട്ടെ അടിച്ചെഴുതണത്. എഴുത ഞങ്ങൾ എഴുതിയിട്ട് എഴുതി കണ്ട ആദ്യം ഫുഡ് പോയായിട്ട് വെറുതെ കറിയുന്നത്. എത്ര നേരം ദേഷ്യം വരുന്നവനെയാണോ? ദേഷ്യം ഭയങ്കര ദേഷ്യക്കാരനാണ്. എഴുതി കഴിഞ്ഞപ്പോ എന്നോട് ഗുബായില്ലേ? അവന് കളർ ചെയ്യാനാണ് ഇപ്പൊ നിക്കണ അവൻ. അപ്പൊ അവൻ കളർ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതിനിടയിൽ എഴുതിച്ചപ്പോ ആൾക്ക് ദേഷ്യം. ആശിങ്ങോട്ട് നോക്കിയാടാ, ഇങ്ങോട്ട് നോക്കടാ.
നോക്കടാ ആണായി ചത്തല് പിടിക്കലൊക്കെയാണ്. അപ്പൊ അത് ചെയ്യട്ടെ. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ പരിപാടി നടക്കും. ചാലേ ആഴ്ച നോക്കോട്ടാ. എന്തിട്ട് ചെയ്യണേ? പൊക്കോളാനാ? കളറിങ് അല്ലേ? സൂപ്പറായി ഉണ്ടല്ലോ. പാത്രം കഴുകലും പിന്നെ അതേപോലെ മീൻ മേടിച്ചിട്ടുണ്ട് കഴിച്ച് ചൂര. അപ്പോൾ പൊന്നു പറഞ്ഞാൽ മുന്നേ ചൂര സെറ്റ് ചെയ്ത് അരിഞ്ഞ് മറ്റേ വറക്കാൻ. എന്തടാ എങ്ങട് വരുന്നേ? അപ്പോൾ വരച്ചതിൻ്റെ അപ്പോൾ ചൂര ക്ലീൻ ചെയ്ത് ഇനി അത് വെച്ച് വറക്കാനുള്ളതായിട്ട് വെക്കണം. സൂപ്പർ ചെയ്തോട്ടാ, വരച്ചോട്ടാ. കുബ്ബായിട്ടിരിക്കണം. ഓക്കെ, ഞാൻ ഇവിടെ ഇരിക്കണില്ലേ? അപ്പക്ക് മീമി നന്നാക്കണ്ടേ? നിനക്ക് ഫിഷ് മാമ വേണ്ടേ? ഫിഷ് മാമ വേണ്ടേ? ആപ്പിൾ കൊണ്ടട്ടെ? ആപ്പിൾ കൊണ്ടട്ടെ? മര്യാദയ്ക്ക് പറ, യെസ് ഓർ നോ? യെസ്. ഓക്കെ. അപ്പോൾ അവന് ആപ്പിൾ കൊണ്ടു കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫിഷൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടാട്ടാ ആപ്പിൾ കൊടുക്കാറ്. അപ്പോൾ ആളിങ്ങനെ ഓരോരോ കഷ്ണങ്ങളായിട്ട് എടുത്ത് കഴിച്ചോളൂ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. മതി. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കഴിച്ച നമ്മുടെ വീഡിയോ തന്നെ കണ്ടോണ്ടിരിക്കുകയാണ് ആദിഷ്. അപ്പൊ ഗുഡ് ബോയ് ആയിട്ട് എഴുതി നിക്കണം അവിടെ. താടിയും പൊട്ടും. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. സൂമിൻ ഷോപ്പിൽ വന്ന് മേടിക്കണം. ചാലിതാ ചിമ്പുഞ്ഞ് ഇരിക്കുന്നുണ്ട് അവിടെ. നമ്മുടെ ചാലിക്ക് ചിമ്മുനുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടാ. ഇപ്പൊ മറ്റേ നമ്മുടെ വ്ളോഗും ടി വി ഒക്കെ കണ്ടിരുന്ന ഇപ്പൊ പ്രശ്നമില്ല. അതാ ഞാൻ ഫിഷൊക്കെ പരത്തി വെച്ചു. ചാലിന് ചിമ്മുനൊക്കെ കയറ്റി വെച്ചു. ആഡിസിന് ഫിഷ് ഉണ്ട് വറുത്തത്. ഇന്നലെ രാത്രി ഞങ്ങൾ ഫിഷ് വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് കൊടുത്തു വിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫിഷ് ഉണ്ട്. അപ്പം അത് കൂട്ടിയിട്ട് ഇന്ന് മാമ അത് ഓ ചാലിക്ക് മുന്നുള്ളത്. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നു വരും കേട്ടോ. അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും തെറ്റി വെച്ചു. ഇനി വിളക്ക് വയ്ക്കട്ടെ. ഇനി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കട്ടെ. ഗുഡ് ബോയ് ആയിട്ട് ഇനി അവനും വിളിക്കണം അധികാരമായിട്ട്. ഞാൻ ഇവിടെ മീനൊക്കെ വറക്കാട്ടു കേട്ടോ. ഇപ്പൊ പൊന്നു വരും, വരാറായിട്ടുണ്ട്. അപ്പോൾ ആദിസിന് ഫിഷ് മാവ് ചോദിക്കുന്നുണ്ടാവുന്നു. അപ്പോൾ അത് ഇത് കഴിഞ്ഞിട്ട് കൊടുക്കണം. ഇപ്പൊ തരാം. ഫിഷ് മാമു തരാം. ഫിഷ് മാമു ഓക്കെ. ഗുഡ് ബോയ്. മമ്മി വരുമ്പോ ഗുഡ് ബോയ് ആയിട്ട് അല്ലേ? ഓക്കെ. താടിയും പൊട്ടും. യു എന്നുണ്ടായിരുന്നു ഓനോ? അതെ. പാപ്പ
മമ്മി പാപ്പ അടിച്ച് ബേബി കൊണ്ടുപോയാണെന്ന് പൊന്നാ. നീ എങ്ങനെയാ പൊന്നൊക്കെ ഒരു ദിവസം മൊത്തം നോക്കണത്? പോണത് ഗുബയാണെന്ന് എഴുതി. ഞങ്ങള് ഹോംവർക്കൊക്കെ എഴുതി കഷ്ടപ്പെട്ട്. ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. തല കറങ്ങി കുശുമ്പായിട്ട് അടുത്താള്. കുശുമ്പായിട്ടാണ് അനങ്ങാണ്ട് നിക്കടാ ചിമ്പോ. ചാർലി വരാൻ സമ്മതിക്കില്ല അവൻ. മമ്മി 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 ഇങ്ങോട്ട് വായോ, കാര്യം നോക്ക്, സാധനങ്ങൾ കാണും മമ്മിയെ. അവിടെ അല്ല, അവിടെ വിളിക്ക് മമ്മീനെ, ഒന്നിനെ വിളിക്ക്. വിളിക്കാൻ പോയിട്ടാള് എളുപ്പല്ല വിളിക്കാൻ വരുന്നതിന്റെ. അതല്ല ഫിഷ്, അയ്യേ അയ്യേ. അപ്പൊ ഗായ്സ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതിശേ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് കട്ടതല രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഓനോട് പറഞ്ഞൊന്നും വരണ്ടാന്ന്. അപ്പൊ എന്നോട് ഉണ്ണിനടുത്ത് പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. പിന്നെ അപ്പൊ ഇന്നത്തെ ടാസ്ക് ഞാനായിരുന്നു. മറ്റേ അല്ല അല്ലെങ്കിൽ ആദ്യം അവിടെ ഇരുന്നെ. അപ്പൊ അല്ലെങ്കിൽ പിന്നെ ആരീസിനെ കൊണ്ടിട്ട് അവിടെ ഇരിക്കണം. അപ്പൊ ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര തലവേദന, കട്ട തലവേദന. അപ്പൊ ഞാൻ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ വെച്ചിട്ട് വന്നതാ. ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നതാന്ന് വെച്ചിട്ട് പക്ഷെ രക്ഷയില്ല. വണ്ടിമേനൊന്നും പോന്നിട്ട് വെച്ചിട്ട് ടാബ്ലറ്റ് സുലൈമാനി മക്കാലിന്ന് പിടിക്കാന്നൊക്കെ വെച്ചിട്ട് ഇതിങ്ങോട്ട് പോന്നു. ഞാൻ നോക്കിട്ട് സുലൈമാനി പിന്നെ നേരെ വെച്ച് ഹോട്ടലാണ് കഴിച്ച അതൊക്കെ കഴിഞ്ഞറിയാതെ വീട് കട കട വീട്. ഇന്നലെ ഞാൻ വിചാരിച്ചില്ല അത് മാത്രം കണ്ട വീട് എന്റെ ജീവിതം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും സ്നേഹവും വേണം. പിന്നെന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് ഞങ്ങൾക്ക് എന്നറിയാം. അപ്പൊ വ്ളോഗുകൾ ഞങ്ങൾ ഇനി മുടങ്ങാണ്ട് പഴയ പവർ പോലെ ഇടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ വീണ്ടും വീണ്ടും കാണാൻ നോട്ടിഫിക്കേഷൻ ഇല്ലാത്തൊരു ഒരുപാട് പേര് ഞങ്ങൾ നിർത്തിപ്പോയിപ്പോ കുറെ നാൾ ഇടാണ്ട് പോയപ്പോ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൂസൊക്കെ നിങ്ങളുടെ സപ്പോർട്ടും പഴയ പവർ പോലെ വരട്ടെ. നമ്മുടെ അപ്പൂസ് ഇനി വരുന്നുണ്ട്. ബൈ ഗുഡ് നൈറ്റ്.